ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രഹരീസ് കെയർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അയൽവാസികൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതായത് പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാൻ്റെ പല പ്രോവിൻസിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് സിന്ധ് പ്രോവിൻസിനെ, പാകിസ്ഥാനിലെ സിന്ധ് പ്രോവിൻസിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. അവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം, അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കാം. സിന്ധ് ഈസ് എ സൗത്ത് ഈസ്റ്റേൺ പ്രോവിൻസ് ഓഫ് പാകിസ്ഥാൻ, ഹോം ടു ദി കൺട്രീസ് ലാർജസ്റ്റ് സിറ്റി ആൻഡ് ഫൈനാൻഷ്യൽ ഹബ് കറാച്ചി. കറാച്ചി ഒരുപാട് കേട്ട സ്ഥലമാണ്. ദി പ്രൊവിൻഷ്യൽ ക്യാപിറ്റൽ. സമുദ്രതീരമാണ്, വളരെയധികം വലിയ ഒരു പോർട്ട് അവിടെയുണ്ട്. അവരുടെ ബിസിനസ് എല്ലാം മാക്സിമം പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് കറാച്ചി. ആസ് ദി സെക്കൻഡ് മോസ്റ്റ് പോപ്പുലസ് പ്രോവിൻസ്, ഇറ്റ് ഫീച്ചേഴ്സ് എ ഡൈവേഴ്സ് ലാൻഡ്സ്കേപ്സ് ഓഫ് ഇൻഡസ് റിവർ പ്ലെയിൻസ്, ദി താർ ഡെസേർട്ട്, ഖിർത്തർ മൗണ്ടൻസ്. അങ്ങനെ വളരെയധികം പ്രത്യേകതകളുള്ളൊരു പ്രോവിൻസാണിത്. ഏറ്റവും അധികം കൃഷിയൊക്കെ നടക്കുന്ന സ്ഥലമാണ്, നടക്കുമായിരുന്ന സ്ഥലം എന്ന് പറയുകയാണ് നല്ലത്. സെക്കൻഡ് മോസ്റ്റ് പോപ്പുലസ്, അവരുടെ ജനസംഖ്യയിലെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. ഒന്നാം സ്ഥാനം ഒബ്വിയസ്ലി പഞ്ചാബൊക്കെ ആയിരിക്കും. ഹിസ്റ്റോറിക്കലി significant as the center of the ancient Indus Valley civilization. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളെയും ബാധിക്കുന്ന, അതായത് ഏറ്റവും പണ്ടത്തെ ഏറ്റവും ആധുനികത ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ, ഒരു സ്ഥലമാണ്, പ്രോവിൻസാണത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് എന്നുള്ള ആ വേർഡാണ് സിന്ധു എന്നുള്ള ഇതെന്ന് വന്നത് തന്നെയാണ്. നമ്മളും സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടാവും, സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സിന്ധു പ്രോവിൻസിൻ്റെ ക്യാപിറ്റൽ കറാച്ചി, ദി ലാർജസ്റ്റ് സിറ്റി. ജിയോഗ്രഫി, ബൗണ്ടഡ് ബൈ ദി അറേബ്യൻ സീ സൗത്ത്, പഞ്ചാബ് നോർത്ത്, ബലോചിസ്ഥാൻ വെസ്റ്റ്, ആൻഡ് ഓഫ് കോഴ്സ് ഇന്ത്യ ഇൻ ദി ഈസ്റ്റ്. ഓക്കെ, സിന്ധ് പ്രോവിൻസിൻ്റെ മേജർ സിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ കറാച്ചി ഓഫ് കോഴ്സ്, ഹൈദരാബാദ്, സുക്കർ, ലർഖാന ആൻഡ് മീർ പുഖാസ്. ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, നോൺ ഫോർ ദി ഏൻഷ്യൻറ്റ് റൂയിൻസ് ഓഫ് മോഹൻജോദാരോ. ആ പേര് കേട്ടിട്ടില്ലേ? മോഹൻജോദാരോ എന്ന പേര് കേൾക്കാത്ത ഒരു ഹിസ്റ്ററി സ്റ്റുഡൻസും കാണില്ല. നമ്മളെല്ലാം സാമൂഹ്യ പാഠത്തിൽ പഠിച്ചിരിക്കുന്നതാണ് മോഹൻജോദാരോ. ദി പ്രൊവിൻസ് ഹാസ് എ റിച്ച് കൾച്ചർ, ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ സൂഫിസം. സൂഫിസത്തിൻ്റെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ളൊരു സ്ഥലമാണത്. സൂഫിസം എന്ന് പറയുമ്പോൾ അറിയില്ലേ, സൂഫി മ്യൂസിക്സൊക്കെ ഒരുപാട് ഫേമസ് ആണ് അല്ലേ. മുസ്ലിമിലെ തന്നെ ഒരുവിധം ദൈവാത്മകത മാത്രം കൂടുതൽ കാത്തു സൂക്ഷിക്കുന്ന, മറ്റ് കാര്യങ്ങളിൽ, ലൗകിക കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമാണ് സൂഫിസം എന്ന് പറഞ്ഞാൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമൻസിൽ പറഞ്ഞാൽ താങ്ക് യു. ഇറ്റ് വാസ് പാർട്ട് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു പാർട്ടായിരുന്നു അത്. സെപ്പറേറ്റഡ് ഇൻ 1936. അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ അല്ലേ, ഇവർക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോൾ സെപ്പറേറ്റഡ് ഇൻ 36 എന്ന് പറയുമ്പോൾ ആക്ച്വലി ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് 1936 ഇത് വേർപെട്ടിരുന്നു. പിന്നീട് നമ്മുടെ പാർട്ടീഷൻ നടന്നപ്പോൾ സിന്ധു പ്രോവിൻസ് പാകിസ്ഥാനോടുകൂടി മെർജാവുകയായിരുന്നു 1947. അങ്ങനെയാണ് ഉണ്ടായത്. ബിഫോർ ജോയിനിങ് പാകിസ്ഥാൻ ഇറ്റ് വാസ് സെപ്പറേറ്റഡ് ഫ്രം ബ്രിട്ടീഷ് ഇന്ത്യ ഇൻ 1936. ലാംഗ്വേജസ്, ഒരുപാട് ലാംഗ്വേജ്, നമ്മളെ ഇന്ത്യയെപ്പറ്റി പറഞ്ഞപ്പോൾ ഒരുപാട് ലാംഗ്വേജുകൾ സംസാരിക്കുന്ന ഒരു പ്രോവിൻസാണിത്. സിന്ധി സംസാരിക്കുന്ന എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളെ നോർത്ത് ഇന്ത്യയിലും
എല്ലായിടത്തും ഇന്ത്യയിലും എല്ലായിടത്തും സിന്ധി ഫാർസി എന്നുള്ള സംഭവം, സിന്ധി സംസാരിക്കുന്ന ഒരുപാട് പേര് ഉണ്ട്. സിന്ധി ഈസ് ദി പ്രൈമറി ലാംഗ്വേജ് വിത്ത് ഉറുദു, ബലോച്ചി, പഷ്തോ ആൻഡ് ഓൾസോ പഞ്ചാബി സ്പോക്കൺ. ഈ ലാംഗ്വേജുകളെല്ലാം സംസാരിക്കുന്ന ഈ പഷ്തോ, ബലോച്ചി എന്നൊക്കെ പറഞ്ഞാൽ ആ മലമ്പ്രദേശങ്ങളിൽ, ബലോചിസ്ഥാൻ്റെയും ഇത് ബോർഡറാണല്ലോ, ബലോചിസ്ഥാനിൽ ആ ഏരിയയിൽ ബലോച്ചിയാണ് പറയുന്നത്. ജനറലി ദേ ആർ സ്പീക്കിംഗ് ഉറുദു ഈസ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ്. പിന്നെ പഷ്തോ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ സൈഡ്, അതായത് പഷ്തോ എന്ന് പറഞ്ഞാൽ പഷ്തോ ലാംഗ്വേജ് പഠാൻ, ഈ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് പഷ്തോ. ഇക്കണോമി highly industrialized with a focus on manufacturing, trade and agriculture, including major exports of fruits and വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒരുപാട് കയറ്റുമതികൾ അവിടെ നിന്ന് നടക്കുന്നുണ്ട്. ഡിസ്ട്രിക്ട്സ്, ദി പ്രോവിൻസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 30 ഡിസ്ട്രിക്ട്സ്, 30 ഡിസ്ട്രിക്റ്റുള്ള വലിയൊരു പ്രോവിൻസാണ്. വിത്ത് കറാച്ചി കൺസിസ്റ്റിംഗ് ഓഫ് സെവറൽ ഇൻക്ലൂഡിംഗ് ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ആൻഡ് സെൻട്രൽ. ക്ലൈമറ്റ് ബേസിക്കലി ഹോട്ട് സമ്മേഴ്സ് ആൻഡ് മൈൽഡ് വിൻറ്റേഴ്സ്. വിൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ശൈത്യമുള്ള സ്ഥലമല്ല, നമ്മുടെ ബോംബെയിലൊക്കെ പോലുള്ള ഒരു ക്ലൈമറ്റാണ്. കറാച്ചി ബോംബെയിൽ ഒരു ഡിഫറൻസും ഇല്ലെന്നാണ് ആളുകൾ പറയുന്നത് പണ്ട് കാലത്ത്. പക്ഷേ ഇപ്പോൾ ബോംബെ എവിടെ കറാച്ചി എവിടെയെന്ന് ചോദിച്ചാൽ ആനയും അണ്ണാനും തമ്മിലുള്ള ബന്ധം ഉണ്ടാവും. ഇൻഡസ് റിവർ ഷേപ്പിംഗ് ഇറ്റ്സ് അഗ്രികൾച്ചറൽ ലാൻഡ്ഷേപ്പ്. ആക്ച്വലി ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ റദ്ദാക്കിയല്ലോ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ. സോ അതിലെ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ഈ പ്രദേശത്തെയാണ്. അതുമാത്രമല്ല, അതിനു മുമ്പ് അവർ ചില വികൃതികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഇതിൻ്റെ പ്രോബ്ലംസ് പറയുമ്പോൾ സംസാരിക്കാം. ആദ്യം നമുക്ക് മോഹൻജോദാരോ, എന്താണ് മോഹൻജോദാരോ എന്ന് നോക്കാം. മോഹൻജോദാരോ അതിൻ്റെ അർത്ഥം തന്നെ മൗണ്ട് ഓഫ് ദി ഡെഡ് എന്നാണ്. മരണത്തിൻ്റെ കാര്യം, മരണത്തിൻ്റെ ഒരു കുന്ന് എന്നുള്ള രീതിയിലാണ് തോന്നുന്നത് മോഹൻജോദാരോ. അതിനൊരു കാരണമുണ്ട്. അവിടെ നിന്ന് ഒരുപാട് സ്കെലിറ്റൻസ് കിട്ടിയിട്ടുണ്ട്. വലിയൊരു സംസ്കാരത്തിന് ഉടമയായിരുന്ന ഒരുപാട് ജനങ്ങൾ, ഒരുപാട് നല്ല നല്ല മനുഷ്യർ ജീവിച്ചിരുന്ന, പരിഷ്കൃതരായ മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു മോഹൻജോദാരോ എന്ന് വിളിക്കുന്ന ഈ സിന്ധ് പ്രോവിൻസിലെ ഈ സ്ഥലം, പർട്ടിക്കുലർ സ്ഥലം. ഫേമസ് ഫോർ ഇറ്റ്സ് അഡ്വാൻസ്ഡ് അർബൻ പ്ലാനിംഗ്, സോഫിസ്റ്റിക്കേറ്റഡ് ഡ്രൈനേജ് സിസ്റ്റംസ്, യൂണിഫോം ഗ്രിഡ് ലേഔട്ട്സ് ആൻഡ് ഇംപ്രസീവ് പബ്ലിക് സ്ട്രക്ചേഴ്സ് ലൈക്ക് ദി ഗ്രേറ്റ് ബാത്ത് എന്നൊരു സംഭവം ഉണ്ട് അവിടെ. showcasing remarkable civic engineering and a focus on hygiene in the ancient Indus Valley civilization. ആ സമയത്ത് ഒരു കൾച്ചറായിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെയും പിന്നെ ഗ്രാമപ്രദേശം പോലെ അല്ലാത്ത രീതിയിൽ നല്ല സിവിലൈസ്ഡായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റവും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സിവിക് എൻജിനീയറിങ്ങിൻ്റെയൊക്കെ ഒരു അത്ഭുതം അവിടെ നടക്കുമായിരുന്നു. നല്ല ഡ്രെയിനേജ് സിസ്റ്റം പ്ലസ് AC-യുടെ ഒരു സംഭവം അവിടെ ഉണ്ടാക്കിയിരുന്നു. നാച്ചുറൽ AC എന്ന് നമ്മൾ വിളിക്കുന്നത്. അത് ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ പഴയ ഓരോ കൊട്ടാരങ്ങളിലും കൊത്തളങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. വാട്ടർ കനാൽസ് ഇടയിലൂടെ കൊടുത്തിട്ട്, ബെഡ്റൂംസിൻ്റെ 4 ചുറ്റും വാട്ടർ കനാൽസ് പോലെ കൊടുത്തിട്ട് പരമാവധി ശീതീകരണം ഉറപ്പാക്കുന്ന ഒരു സംഭവമാണ്. പണ്ടത്തെ ഒരു എൻജിനീയറിങ് അത്ഭുതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ ഫോക്കസ് ഓൺ ഹൈജീൻ ആൻഡ് നല്ല ഹൈജീനും സാനിറ്റേഷനും ആണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. കീ ഫൈൻഡിങ്സ്: ദി ബ്രോൺസ് ഡാൻസിങ് ഗേൾ. ഒരു ബ്രോൺസ് ഡാൻസിങ് ഗേൾ ഉണ്ട്, അത് വേൾഡ് ഫേമസ് ആണ്. അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാം. ഓക്കെ. ദി പശുപതി സീൽ, ഒരു സീലാണത്. പശുപതി സീൽ എന്ന് പറഞ്ഞാൽ അന്ന് ഭരിച്ചിരിക്കുന്ന ഏതോ ഒരു രാജഭരണത്തിൻ്റെ അവരുടെ രാജമുദ്രയാണത്. ഓക്കെ. പശുപതി സീൽ ഹൈലൈറ്റിംഗ് ഇറ്റ്സ്
artistic and cultural sophistication, earning it UNESCO വേൾഡ് ഹെറിറ്റേജ് സ്റ്റാറ്റസ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സ്റ്റാറ്റസ് നേടിയ ഒരു സംഭവമാണ് പശുപതി സീൽ. ഇപ്പോഴെവിടെയാണത് ആ പശുപതി സീൽ? പറയാം. കറൻ്റ്ലി കെപ്റ്റ് ഇൻ ദി നാഷണൽ മ്യൂസിയം, ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിൽ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സീ ദി പശുപതി സീൽ. ചിത്രം നോക്കൂ, അടിപൊളിയല്ലേ? മൗണ്ട് ഓഫ് ദി ഡെത്ത് എങ്ങനെയാണ് ഈ പേര് വന്നത്? അറൗണ്ട് 37 to 44 skeletons, അസ്ഥികൂടങ്ങൾ, have been found at Mohenjo-daro, often in groups or contorted positions, suggesting sudden death, though not necessarily from a single massacre. ഒരു മാസക്കറിൽ ഒരു നരഹത്യയിൽ നടന്നതല്ല, എങ്കിൽ തന്നെ കൂട്ടം കൂട്ടമായിട്ട് അസ്ഥികൂടങ്ങൾ കിടക്കുന്നത് കാണുമ്പോൾ we can guess that something had happened that time, no? With some remains showing signs of extreme heat, while others were found in streets or holding hovels, hinting at various catastrophic events or sudden attacks over time. എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കരുതാൻ പറ്റുന്ന, ആരോ വന്ന് ആക്രമിച്ചതാണോ, അങ്ങനെയൊക്കെ കരുതാൻ പറ്റാവുന്ന രീതിയിലാണ് ഒന്നിച്ച് കിടക്കുന്ന 44 സ്കെലിറ്റൺസ്, അസ്ഥികൂടങ്ങൾ അവിടുന്ന് കണ്ടെടുത്തത്. അങ്ങനെയാണ് ഈ മോഹൻജോ-ദാരോ, അതായത് മൗണ്ട് ഓഫ് ദി ഡെത്ത് എന്നുള്ള ഒരു പേര് വീണത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ മോഹൻജോ-ദാരോ ഒരുപാട് ടൂറിസ്റ്റുകൾ പോയിരുന്നൊരു സ്ഥലമാണ്, ഇപ്പോഴും പോകുന്നുണ്ടായിരിക്കും. ബട്ട് currently Pakistan is not famous for a tourist country. അവിടെ ഒരുപാട് തീവ്രവാദികളെയും ഉഗ്രവാദികളെയും ഒക്കെ കാണണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ പോയാൽ മതി. ഓക്കെ. പ്രസൻറ്റ് ക്രൈസിസ് ഇൻ സിന്ധ്. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ മെയിനായിട്ട് എന്താണ്? സിന്ധ് ഈസ് കറൻ്റ്ലി എക്സ്പീരിയൻസിങ് എ സിവിയർ മൾട്ടിഫാസറ്റഡ് ക്രൈസിസ് ഡ്രിവൺ ബൈ അക്യൂട്ട് വാട്ടർ ഷോർട്ടേജ്, ഭയങ്കരമായിട്ട് വെള്ളത്തിൻ്റെ ക്ഷാമം, എൻവിറോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ ഓഫ് ദി ഇൻഡസ് ഡെൽറ്റ ആൻഡ് ഇൻറ്റൻസ് വൈഡ് സ്പ്രെഡ് പ്രൊട്ടസ്റ്റ് അഗൻസ്റ്റ് പ്രപ്പോസ്ഡ് ന്യൂ കനാൽസ്. അവിടെ പുതിയ കുറച്ച് കനാൽസ് ഉണ്ടാക്കുന്നുണ്ട്. അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ കൃഷിക്കാർക്ക് കിട്ടാവുന്ന വെള്ളം പുതിയ ചാനലുകൾ ഉണ്ടാക്കിയിട്ട് വേറെ രീതിയിൽ അവിടുത്തെ ആർമിക്കാർക്ക്, നിങ്ങൾക്കറിയാമോ, പാകിസ്ഥാൻ ആർമിക്കാർക്ക് ഏതൊരു റാങ്കിലുള്ളവനോ അവന് ഫ്രീ ആയിട്ട് ഭൂമി കൊടുക്കും. നമ്മുടെ ഇവിടെയും ചില സ്റ്റേറ്റുകൾ അങ്ങനെ പട്ടാളക്കാർക്ക് കൊടുക്കുമായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ കൂടെ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന ഒരു ഉറ്റ സുഹൃത്തുണ്ട് മൈസൂരിൽ. അദ്ദേഹത്തിന് കർണാടക ഗവൺമെൻറ് ഭൂമി കൊടുത്തിട്ടുണ്ട്. അത് ഒരുപാട് അതിനെ പറഞ്ഞാൽ അങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ, കാരണം സ്റ്റാർട്ടിങ്ങിൽ ഭൂമി ഉണ്ടായിരുന്നു കൊടുക്കാൻ, ഇപ്പോഴങ്ങനെ കൊടുക്കാനില്ല ആളുകൾക്ക്. അതുപോലെ ഡൽഹിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ദൂരപ്രദേശങ്ങളിലൊക്കെ കിട്ടുമായിരുന്നു സ്ഥലം. ഡൽഹിയിൽ അല്ലെങ്കിലും ഹരിയാന, രാജസ്ഥാൻ എന്നീ സ്ഥലങ്ങളിൽ പട്ടാളക്കാർക്ക് ഭൂമി കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്, ഇത് ചില സ്ഥലങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. സോ അവിടെ അങ്ങനെയല്ല, അവിടെ പക്ക മിലിറ്ററിയിലാണോ നിങ്ങൾക്ക് സ്ഥലം എഴുതി വാങ്ങിക്കാൻ, നിങ്ങൾ പ്ലേസ് ഓഫ് ചോയ്സ് ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ. അപ്പോൾ അങ്ങനെ അവർ പട്ടാളക്കാരുടെ വലിയ വലിയ ഓഫീസർമാരുടെയൊക്കെ സ്ഥലം ഒരുപാടുള്ള സ്ഥലത്തേക്ക് ഇവർ ഒരു കനാൽ ഉണ്ടാക്കിയിട്ട് വിട്ടു. ആ കനാൽ എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ഈ സിന്ധ് പ്രോവിൻസിന് കിട്ടാവുന്ന വെള്ളമാണ് അങ്ങോട്ട് ഇവർ ഡൈവേർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ വലിയ പ്രശ്നമായി. പക്ഷേ അതിനൊരു സമാധാനം നമ്മൾ ഇന്ത്യ ഉണ്ടാക്കി കൊടുത്തില്ല. നമ്മൾ ഇൻഡസ് ടി ടി ഉണ്ടല്ലോ, വാട്ടർ ടി ടി, അതിൽ നിന്ന് നമ്മൾ പിൻവാങ്ങി. ഇനി ഞങ്ങൾ വെള്ളം തരുന്നില്ലെന്നേ, നിങ്ങളിനി വെള്ളത്തിന് വേണ്ടി അടി കൂടേണ്ട ആവശ്യമൊന്നുമില്ല. ആ വെള്ളം മഴയൊക്കെ പെയ്യുമ്പോൾ ആ വെള്ളമൊക്കെ ശേഖരിച്ച് നിങ്ങൾ കാര്യം നടത്തുക. നോ വാട്ടർ. നമ്മളെന്താണ് പറഞ്ഞത്? നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത്? ബ്ലഡ് ആൻഡ് വാട്ടർ കനോട്ട് ഫ്ലോ ടുഗദർ. അതുകൊണ്ട് അവരുടെ ക്രൈസിസ്, വെള്ളത്തിൻ്റെ ക്ഷാമം കാരണം ഒന്നുകൂടെ കൂടിയിരിക്കുകയാണ്. ഒന്ന്, ഈ പട്ടാളക്കാർക്ക് വേണ്ടി അവരുടെ ഗവൺമെൻറ് ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് വിളിക്കുന്ന അവരുടെ ഭരണകൂടം ചെയ്യുന്ന ഈ പ്രശ്നങ്ങൾ. ദി ഫെഡറൽ ഗവൺമെൻറ്റ്സ് പ്ലാൻ
ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അവർ സെൻട്രൽ ഗവൺമെൻറ്റിനെ പറയാം. ഫെഡറൽ ഗവൺമെൻറ്റ്സ് പ്ലാൻ ഫോർ ന്യൂ കനാൽസ് ഓൺ ദി ഇൻഡസ് വാട്ടർ threatens to further restrict water flow, devastating agricultural, fishing and coastal communities already facing ecological collapse. ഓൾറെഡി ഒരു ഇക്കോളജിക്കൽ കൊളാപ്സ് അവിടെയുണ്ട്. അവരെ ക്രൈസിസിൻ്റെ ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ കനാൽ പ്രൊട്ടസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ കൺഫ്ലിക്റ്റ്, സിവിൽ സൊസൈറ്റി, ലോയേഴ്സ് ആൻഡ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇൻ സിന്ധ് ആർ പ്രൊട്ടസ്റ്റിംഗ് the construction of new canals, viewing them as an ecological death sentence that benefits Punjab at the expense of downstream Sindh. അപ്പോൾ ഈ കൃഷിയിടങ്ങളൊക്കെ പഞ്ചാബിലാണ് കൂടുതൽ ഈ പട്ടാളക്കാരുടെ. അപ്പോൾ പഞ്ചാബിനെ ബെനിഫിറ്റ് ചെയ്യുന്നത് ഇവരുടെ വെള്ളം, ഞങ്ങളുടെ വെള്ളം അതിക്രമിച്ച് അങ്ങോട്ട് കയറ്റി നിങ്ങൾ നമ്മുടെ പ്രശ്നമാക്കുകയാണെന്നുള്ളതാണ്. വാട്ടർ ഷോർട്ടേജ് ആൻഡ് അഗ്രികൾച്ചർ ഫെയിലർ ഓൾറെഡി അത് സ്റ്റാർട്ടായി. Environmental and ecological collapse. The lack of fresh water is causing the destruction of the mangrove forest. അവിടുത്തെ ഫോറസ്റ്റുകളൊക്കെ നശിക്കുകയാണ്. സലനൈസേഷൻ ഓഫ് കോസ്റ്റൽ ലാൻഡ്സ്. കോസ്റ്റൽ ലാൻഡ്സിൽ വെള്ളം കിട്ടാതെ ആകുമ്പോൾ സലനൈസേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഉപ്പ് കയറി വരും. പിന്നെ അതൊരു മരുപ്പച്ചയെന്നോ എന്തോ ഇങ്ങനെ മാർഷസ് ഒന്നിനും പറ്റാത്ത കൊള്ളരുതാത്ത നമ്മുടെ ഭൂജ് കച്ചിലൊക്കെ കുറച്ച് സ്ഥലങ്ങൾ അങ്ങനെയുണ്ട്. റൺ ഓഫ് കച്ചിലൊക്കെ ഉണ്ട് എന്ന പോലെ ആയിത്തീരും. സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇമ്പാക്റ്റ്. ദി വാട്ടർ ക്രൈസിസ്, മെയിനായിട്ട് വാട്ടർ ക്രൈസിസ് തന്നെയാണ്. വാട്ടർ കിട്ടിയോ വെള്ളം കിട്ടിയോ എല്ലാം ശരിയാവും. ദി വാട്ടർ ക്രൈസിസ് ഹാസ് ലെഡ് ടു മാസ് മൈഗ്രേഷൻ. അവിടുന്ന് ആളുകൾ പോകാൻ തുടങ്ങി, ഒളിച്ചോളാം. ഇനി ഇവിടെ വെള്ളം കിട്ടിയില്ല, ജീവിക്കാൻ പറ്റുന്നില്ല സിന്ധിൽ എന്ന് പറഞ്ഞോടി. സ്പെസിഫിക്കലി ഫ്രം കോസ്റ്റൽ ഏരിയാസ് ആസ് ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ് ലോസ് ദെയർ ലൈവ്ലിഹുഡ്. കോസ്റ്റൽ ഏരിയയിലുള്ളവരൊക്കെ സ്ഥലം വിട്ടു. അവരുടെ ഫിഷിംഗ് ആയിരുന്ന അവരുടെ മെയിൻ പിടുത്തക്കാരൊക്കെ അവിടുന്ന് സ്ഥലം വിട്ടെന്നാണ് പറയുന്നത്. റീജിയണൽ റൈവലറീസ്. ദി സിറ്റുവേഷൻ ഹാസ് ഇൻറ്റൻസിഫൈഡ് ലോങ് സ്റ്റാൻഡിങ് ടെൻഷൻസ് ബിറ്റ്വീൻ സിന്ധ് ആൻഡ് അതർ പ്രോവിൻസസ്. ഇവർക്ക് പിന്നെ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഭയങ്കരമാണ്. മുല്ലപ്പെരിയാറിന് വേണ്ടി തമിഴ്നാടും കേരളവും നടത്തുന്ന അടിയോടല്ല കേട്ടോ. ഇവരത്തെ അടി എന്ന് പറഞ്ഞാൽ ശരിക്കും യുദ്ധമാണ്. സ്റ്റാൻഡിങ് ടെൻഷൻസ് ബിറ്റ്വീൻ സിന്ധ് ആൻഡ് അതർ പ്രോവിൻസസ് പർട്ടിക്കുലർലി റിഗാർഡിങ് വാട്ടർ. എല്ലാം വെള്ളത്തിന് വേണ്ടി മരിക്കുന്ന ഒരു ജനത എന്ന് നമുക്ക് പറയാം. ദി സിന്ധു പ്രൊവിൻഷ്യൽ അസംബ്ലി ഹാസ് പാസ്ഡ് എ യുനാനിമസ് റെസല്യൂഷൻ ഡിമാൻഡിങ് എ ഹാൾട്ട് ടു ദീസ് പ്രൊജക്ട്സ്. സിന്ധുവിൻ്റെ പ്രൊവിൻഷ്യൽ അസംബ്ലിയിൽ അവർ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഉടനടി ഈ പുതിയ കനാലുകളുടെ പണി പാകിസ്ഥാൻ നിർത്തലാക്കണം എന്ന്. അപ്പോൾ അതങ്ങനെ ഒരുപാട് പ്രശ്നം. പിന്നെ അവിടെയൊക്കെ എത്നിക് ക്ലാഷസും ഇതൊക്കെ ഒരു സാധാരണ സംഭവമാണ്. ബലോചിസ്ഥാനിൽ പ്രശ്നം നടക്കുന്നു, സിന്ധിൽ പ്രശ്നം നടക്കുന്നു. പാകിസ്ഥാൻ ഇപ്പോൾ നല്ല തിരിച്ചടി കൊടുക്കുന്നു. പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കുന്നു അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ നാല് ചുറ്റും പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നഭരിതമായ ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ ഇന്നത്തെ ദിവസം. അവിടെ എന്താ പറയുന്നത്, ചീഫ് ഓഫ് ആർമി ഇതല്ല, ഫീൽഡ് മാർഷൽ, ഡബിൾ ഫീൽഡ് മാർഷൽ ഒക്കെ ആയ ആസിം മുനീർ, മുല്ല മുനീർ എന്നാണ് യൂട്യൂബ് സർക്കിൾസിലേക്ക് ഓമനപ്പേരായിട്ട് അദ്ദേഹത്തെ വിളിക്കുന്നത്. സോ സിന്ധ് മറ്റുള്ള പ്രദേശങ്ങളെപ്പോലെ തന്നെ പാകിസ്ഥാനിലെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പ്രവിശ്യയാണ് സിന്ധ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു. ബൈ.